സ്ത്രീ ഹൃദയത്തിൻ്റെ ദരിദ്രനാമത്തിന് വീണ്ടും ഒരിക്കൽ കൂടി മാത്രം ഉണ്ടാകട്ടെ. ഒരു യഥാർത്ഥ സൺഡേ സ്കൂൾ കുട്ടിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും നല്ല നിരീക്ഷണം, നല്ല വായന, നല്ല ദൈവവിശ്വാസം, ആത്മവിശ്വാസം, ഈ കാര്യങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് മാതൃകയായിത്തീരുന്ന ഒരു വ്യക്തിത്വത്തെ പറ്റിയും ആ വ്യക്തിത്വത്തിൻ്റെ എഴുത്തുകളെ പറ്റിയുമുള്ള ഒരു പഠനമാണ് ഇന്നത്തെ ചാപ്റ്റർ. യൂണിറ്റ് 1, ചാപ്റ്റർ 6, എപ്പിസിൽസ് ഓഫ് സെൻറ്റ് പോൾ. പൗലോസിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആദിമകാല ജീവിത രീതിയെപ്പറ്റി അറിയാം. പിന്നീട് സഭയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വക്താവായിട്ട് എഴുത്തുകളിൽ കൂടെയും സുവിശേഷ പ്രവർത്തനങ്ങളിൽ കൂടെയും അദ്ദേഹം മാറിയ കഥയും നമുക്കറിയാം. എങ്കിലും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹം എഴുതിയ 14 ലേഖനങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആദിമകാലത്ത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന് ഇന്നത്തെ പോലെ ഇമെയിലോ വാട്സപ്പോ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം എഴുത്തുകളോ എന്നാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും പ്രവർത്തിക്കാത്ത പഴയ കാലത്ത് ആണ് പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള ജീവിച്ചിരുന്നത്. ആ സമയത്ത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അന്ന് അവർ എടുത്തിരുന്ന ചില കാര്യങ്ങളെപ്പറ്റി വളരെ ചുരുക്കമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റമുണ്ടാക്കി, പൗലോസ്ലീഹ മൂലം ആദ്യമകാല ക്രിസ്ത്യാനികൾക്ക് അതെങ്ങനെ വളർച്ചയുണ്ടാക്കി, നേട്ടമുണ്ടാക്കി, ആശ്വാസം നൽകി എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ചിന്തിക്കേണ്ട ഒരു ബിബ്ലിക്കൽ വേഴ്സ് 2 തിമോത്തി 3, ചാപ്റ്റർ 14 and 15. അതിന് വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും അത് വായിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ വളർച്ച പോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിക്കും വേണ്ട വളർച്ചയ്ക്ക് അവന് ഒരുപക്ഷെ ദൈവവചനം അറിയാമെങ്കിലും ആത്യന്തികമായിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവനെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്ന ഈ വേദഭാഗങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ടിയിരിക്കും. പറഞ്ഞ പോലെ 14 ലേഖനങ്ങളാണ് പൗലോസ്ലീഹയുടേതായിട്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. ചില പണ്ഡിതന്മാരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എബ്രായ ലേഖനം പൗലോസ്ലീഹ എഴുതിയതല്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് എബ്രായ ലേഖനം പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 14 ലേഖനങ്ങൾ സഭയുടെ ചരിത്രത്തിലും സഭയുടെ വളർച്ചയിലും ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിച്ചിരിക്കുന്നതാണ്. All these 14 epistles ascribed to St. Paul are most important books next to the Gospels. Gospels കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 14 ബുക്കുകളാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ലേഖനങ്ങൾ വഴി നമുക്ക് പൗലോസ്ലീഹയുടെ വ്യക്തിത്വം, പൗലോസ്ലീഹയുടെ ദൈവവിശ്വാസം, ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ബുദ്ധിശക്തി, അതും നമുക്ക് എപ്പിസിൽസിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം, പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളും നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. കാരണം 1-2 ലേഖനങ്ങൾ ഒരു പക്ഷേ ശരിയായ രീതിയിൽ കണ്ടുപിടിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടതുപോലെ ഉണ്ട്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. 1 കൊരിന്ത്യൻസിനകത്ത് നേരത്തെ അയച്ച ഒരു ലെറ്ററിനെ പറ്റി 1 കൊരിന്ത്യൻ 5:9 പറയുന്നുണ്ട്. ഓൾസോ ഇൻ എപ്പിസിൽ ടു ദ കൊലോസിയൻസ് chapter 4, verse 16, we are told of a letter that is sent to Laodiceans. അപ്പോൾ ലൗദിക്യക്കാർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തെ പറ്റിയും 1 കൊരിന്ത്യൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന ലേഖനത്തെ പറ്റിയും പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും we don't have the record to prove that they are still existing and they are not yet found. നമുക്ക് പൗലോസ്ലീഹയുടെ എപ്പിസിൽസിനെ 2 ആയിട്ട് തിരിക്കാം. ഒന്ന്, എപ്പിസിൽ സെൻറ്റ് ടു ചർച്ചസ്, പ്രത്യേക സ്ഥലങ്ങളിലെ സഭകൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന 10 എപ്പിസിൽസ്. എപ്പിസിൽ സെൻറ്റ് ടു ഇൻഡിവിജ്വൽസ്, ചില വ്യക്തികൾക്കായിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്, പ്രത്യേകമായിട്ട് ബന്ധപ്പെട്ട സഭകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ എപ്പിസിൽസ് സെൻറ്റ് ടു ഇൻഡിവിജ്വൽസ്, അങ്ങനെ 4 മൊത്തം 14. ആത്യന്തികമായിട്ട് ഇതെല്ലാം സഭയുടെ വളർച്ചയും സഭയുടെ വീഴ്ചകൾ സംബന്ധിച്ചുള്ള സജഷൻസും സഭയുടെ കറക്ഷൻസിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളുമാണ് എന്നതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം പൗലോസ്ലീഹയുടെ 14 ലേഖനങ്ങൾ എപ്പിസിൽസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടതായിട്ടുള്ള ശക്തിയും ആത്മവിശ്വാസവും ധൈര്യവും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ദൈവത്തിലുള്ള വിശ്വാസവും എല്ലാം കിട്ടിയിരിക്കുന്ന സംശയമുണ്ട്. ഈ എപ്പിസിൽസ് എല്ലാം എഴുതിയിരിക്കുന്നത് AD 49 മുതൽ AD 67 വരെയുള്ള 18 വർഷ കാലഘട്ടത്തിലാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എല്ലാ എപ്പിസിൽസും, all these epistles were written in a specific context. One epistle is not
connected to another, not directly connected to another, but each epistles are written for a specific purpose on a specific context and to a section of people at a different area than the other, meant to give instructions to the church to which they are written. അപ്പം ചർച്ചിന് വേണ്ട ആ പർട്ടിക്കുലർ സഭയ്ക്ക് വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് ഈ എപ്പിസോഡ്സ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഡീൽ വിത്ത് പർട്ടിക്കുലർ പ്രോബ്ലംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദോസ് ചർച്ചസ്. ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ചർച്ചിന് ആവശ്യമായ ഉപദേശങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് എല്ലാ എപ്പിസോഡ്സിനകത്തും നിറഞ്ഞു നൽകുന്നത്. ജനറലി ഓരോ സഭയ്ക്കും വേണ്ടി ഇൻസ്ട്രക്ഷൻസ് ആണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ഓരോ ചർച്ചിലെ എന്നാൽ ഏരിയ അനുസരിച്ചും അവിടുത്തെ ജനങ്ങളുടെ കൾച്ചർ അനുസരിച്ചും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി അനുസരിച്ചും അവർക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ആസ് പെർ ദ കൾച്ചർ, ആസ് പെർ ദ ലൈഫ് സ്റ്റൈൽ, ആസ് പെർ ദ ഏരിയ, the advices or responses given by St. Paul will be always different. അപ്പോൾ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പൗലോസ് ശ്ലീഹ കണ്ട് കേട്ട് അവരെ ഉദ്ദേശിക്കുന്നത് നോക്കാം. These topics include, these problems can be collectively said, matters of faith, conclusions to problems, suggestions to quench the internal divisions and bickerings, strong warnings against heresies or strong guidance in falterings in morality, strong advices to faulty rituals. ഇങ്ങനെ ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളാണ് പൗലോസ് ലേഖനങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുക. ഏറ്റവും പ്രധാനപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം, പൗലോസ് ശ്ലീഹായ്ക്ക് ഈ സ്ഥലങ്ങളിലേക്ക് പോയി നേരിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഈ എപ്പിസോഡ്സ്, ഈ ലേഖനങ്ങളുടെ യാതൊരു ആവശ്യമില്ല. നേരിട്ട് പോയി പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ യാത്ര സൗകര്യമൊന്നും ഇന്നത്തെ പോലെ ഇല്ലാത്ത സമയത്ത് ഇറ്റ് വുഡ് ഹാവ് ബീൻ നോ നീഡ് ഓഫ് സച്ച് എപ്പിസോഡ്സ് ടു ബി റിട്ടൺ ഇഫ് ദർ വാസ് ചാൻസ് ഫോർ സെൻറ്റ് പോൾ മീറ്റ് ദം പേഴ്സണലി ആൻഡ് അഡ്വൈസ് ദം. സോ സച്ച് ചാൻസസ് ഫോർ വെരി റെയർ. ദാറ്റ്സ് വൈ ഹി ഡിസൈഡഡ് ടു റൈറ്റ് ദം. എങ്ങനെ എഴുതി എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് കുറേ പഠിക്കാം. ആൻഡ് സെൻഡ് ടു ദം ദീസ് എപ്പിസോഡ്സ് സച്ച് ദാറ്റ് it can be of spiritual as well as intellectual benefit to those people in those churches. രണ്ടാമതായിട്ട് ചിന്തിക്കാനുള്ളത്, if these advices were written to local churches, how can it be relevant to us? ഇത് അന്നത്തെ കാലത്ത് കൊരിന്തിലുള്ളവർക്കും എഫേസോസിലുള്ളവർക്കും ഗലാത്യയിലുള്ളവർക്കും വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന എപ്പിസോഡ്സ് ആണെങ്കിൽ ഇത് കേൾക്കുന്നുകൊണ്ടും വായിക്കുന്നുകൊണ്ടും പഠിക്കുന്നുകൊണ്ടും നമുക്കെന്താ പറയാനും? നമുക്ക് സ്കൂളിലെ തന്നെ ഇഷ്ടംപോലെ പഠിക്കാൻ കിടക്കുന്നു, മറ്റനേകം പ്രോബ്ലംസ് കിടക്കുന്നു, മറ്റനേകം നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇൻ്റലക്ച്വൽ നോളജ് തരുന്ന ഇൻ്റർനെറ്റും അതിനകത്തൂടെ കിട്ടുന്ന നോളജും എല്ലാം കിടക്കുമ്പോൾ ഈ പൗലോസ് ശ്ലീഹയുടെ എപ്പിസോഡ്സ് പഠിച്ച് സമയം കളയേണ്ട കാര്യം എന്താണെന്നുള്ളൊരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് ന്യായമായിട്ടും വരാം. എസ്പെഷ്യലി ദിസ് ഇസ് ദ ടൈം, ദിസ് ഇസ് ദ ഏജ് ഇൻ വിച്ച് യു ക്യാൻ തിങ്ക് വൈ ആൻഡ് വാട്ട്സ് എ ബെനിഫിറ്റ് ഇൻ സ്റ്റഡിയിങ് ദിസ്. നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിന് 2 ആൻസേഴ്സാണ് ഉള്ളത്. ഒന്ന്, അന്ന് പൗലോസ് ശ്ലീഹ മെൻഷൻ ചെയ്തിരുന്ന പ്രോബ്ലംസ് ഇന്ന് അല്പം ഡിഫറെൻറ്റ് ഫോമിൽ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. Those problems which were addressed those days by St. Paul are still in the society but in a different form. So, the message of the apostle is still valid. Second, these are not casual compositions. വെറുതെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറയാനുള്ള കാര്യം എഴുതി വെക്കാൻ വേണ്ടി തോന്നിയതല്ല. They were written under the inspiration of the Holy Spirit. മനസ്സിലാക്കണം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അത് ചെയ്യുന്ന വ്യക്തിയെയും എഴുതുന്ന വ്യക്തിയെയും പറയുന്ന വ്യക്തിയെയും കേൾക്കുന്ന വ്യക്തിയെയും പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്തിരിക്കണം. സോ ഓൾ ദീസ് ആക്ഷൻസ്, മേ ബി ഇറ്റ് വാസ് തോട്ട്സ്, മേ ബി ഇറ്റ് വാസ് വേർഡ്സ്, മേ ബി ഇറ്റ് വാസ് ലെറ്റേഴ്സ്, മേ ബി ഇറ്റ് വാസ് അഡ്വൈസസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എപ്പിസോഡ്സ്, മേ ബി ഇറ്റ് വാസ് അഡ്വൈസസ് ഗിവൺ ഡയറക്ട്ലി. ഓൾ ദീസ് വേർ ഇൻസ്പയർഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാ കാലത്തെയും എല്ലാ സ്ഥലങ്ങളിലെയും ക്രിസ്ത്യാനികളാകുന്നവർക്കും ക്രിസ്ത്യാനികളായവർക്കും റിലവൻറ്റും സിഗ്നിഫിക്കൻറ്റുമാണ്, ശക്തമായിട്ട് എന്നും നമുക്ക് ഗൈഡൻസ് തരുന്നതുമാണ്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഇൻസ്പിറേഷനെ പറ്റി പറയുവാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്നൊരു പുസ്തകമാണ്
ആക്ട്സ് ഓഫ് അപ്പോസിൽസ്. പല അപ്പോസിൽസും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം അവർക്ക് വേണ്ട ഗൈഡൻസ്, ചില സ്ഥലങ്ങളിലോട്ട് പോകാനും ചില സ്ഥലങ്ങളിൽ പോകാതിരിക്കാനും, ചില സ്ഥലങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും എല്ലാം വേണ്ട ഗൈഡൻസ് കൊടുത്തിട്ടുള്ള പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അനേകം എക്സാമ്പിൾസ് കാണുന്ന ഒരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് അപ്പോസിൽസ്. അതുകൊണ്ടാണ് ആക്ട്സ് ഓഫ് അപ്പോസിൽസിനെ ഗോസ്പൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യത്തിലും ഇൻസ്പയർ ചെയ്തിരുന്ന, പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പിറേഷൻ കിട്ടിയാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ മാത്രമല്ല, ദൈവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ നിങ്ങളെ ഇരുന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ ശ്രമിക്കുന്നു, ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം അതിൻ്റെ പുറകിൽ ദി ഇൻസ്പിറേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് ടു ബി ദെയർ, അതിന് സംശയമില്ല. ഇനി പൗലോസ്ലീഹ ലേഖനങ്ങൾ എഴുതിയ ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയല്ല. കാര്യം ദർ വാസ് എ ഗ്രീക്ക് കൾച്ചർ ഇൻ വിച്ച് ഹി ടു വാസ് ഇൻഡപ്റ്റഡ് ടു. ഹി വാസ് എ ഗ്രേറ്റ് സ്കോളർ ആൻഡ് ഹാഡ് ഗ്രേറ്റ് ഫെസിലിറ്റി ടു ലേൺ ഫ്രം ഗ്രീക്ക് ലാംഗ്വേജ്. ഗ്രീക്ക് ലാംഗ്വേജ് എന്നാൽ ഒത്തിരി കട്ടിയുള്ള ലാംഗ്വേജ് ആയിട്ടാണ് അത് വായിച്ച് പഠിച്ച് അതിൽ റിസർച്ച് നടത്തിയിരിക്കുന്നത് പലരും പറയുന്നത്. പക്ഷേ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ വളരെ ചുരുക്കമായിട്ടുള്ള അത്ര കട്ടിയുള്ള മനസ്സിലാക്കാൻ പറ്റാത്ത ലാംഗ്വേജ് അദ്ദേഹം യൂസ് ചെയ്യും. വളരെ സിമ്പിൾ ലാംഗ്വേജ്, വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നതിൻ്റെ 2-3 റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദീസ് ലെറ്റേഴ്സ് വേർ ടു ബി യൂസ്ഡ് ഈവൻ ഇൻ ഫ്യൂച്ചർ ഓൾസോ, വേർ ടു ബി യൂസ്ഡ് ഈവൻ ബൈ ഇല്ലിറ്ററേറ്റ്, വേർ ടു ബി യൂസ്ഡ് ബൈ ഈവൻ പീപ്പിൾ ഹു ജസ്റ്റ് ബിക്കെയിം ക്രിസ്ത്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് പൗലോസ്ലീഹ ഈ ലേഖനങ്ങൾ എഴുതിയത്. ഗ്രീക്കിലാണ് എഴുതിയതെങ്കിലും ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്. ആദിമകാലത്ത് എങ്ങനെയാണോ ലെറ്റേഴ്സ് എഴുതിയിരുന്നത് ആ ലെറ്റേഴ്സിൻ്റെ ഒരു ശൈലിയിലാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. പക്ഷേ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, അതിൻ്റെ റിസൾട്ട് കിട്ടത്തക്ക രീതിയിൽ, വെറുതെ എഴുതി വെക്കുകയല്ല, ഫ്യൂച്ചറിന് വേണ്ടി എഴുതി വെക്കുന്നൊരു റെക്കോർഡല്ല, അത് എഴുതി വെക്കുകയും അത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില ബേസിക് നെസസറി ചേഞ്ചസ് ഓൾസോ ഹി മെയ്ഡ് ഇൻ ദി ബേസിക് ഫോം ഓഫ് ദി എപ്പിസോഡ്സ്. എന്തൊക്കെയാണ് പൗലോസ്ലീഹയുടെ എപ്പിസോഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ എപ്പിസോഡ്സും ഒരു ഗ്രീറ്റിംഗ് ഓർ സല്യൂട്ടേഷനോട് കൂടിയാണ് തുടങ്ങുന്നത്. ആസ് വി ക്യാൻ റീഡ് ഇൻ ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 23 verse 26. St. Paul expands his greetings meaningfully and gives them a Christian perspective. അപ്പം നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ട് ഹായ്, ഗുഡ് മോർണിംഗ്, വിഷ് യു ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്പരം വിഷ് ചെയ്യുകയും മെസ്സേജസ് കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൗലോസ്ലീഹയുടെ മെസ്സേജസിൻ്റെ തുടക്കത്തിൽ എപ്പോഴും അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഈ ലേഖനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഹി ഓൾവേസ് ട്രൈഡ് ടു ഇൻക്ലൂഡ് ഇൻ ഹിസ് ഗ്രീറ്റിംഗ്സ് certain points that is suggesting the content epistles. എപ്പിസിൽസിൻ്റെ കണ്ടൻറ് എന്താണെന്ന് തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ കൂടി പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് സ്റ്റൈലായിരുന്നു. സോ ഓൾ ലെറ്റേഴ്സ് ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ് ഓർ സല്യൂട്ടേഷൻ. ദ ഗ്രീറ്റിംഗ് ഈസ് ഫോളോഡ് ബൈ താങ്ക്സ് ഗിവിംഗ് ടു ഗോഡ്. അപ്പം ഗ്രീറ്റ് ചെയ്തതിന് ശേഷം, അത് ദൈവത്തിലാണ് ഗ്രീറ്റിംഗ് നടത്തുന്നത്, അതിനുശേഷം ഇറ്റ് വുഡ് ബി ഫോളോഡ് ബൈ താങ്ക്സ് ഗിവിംഗ് ടു ഗോഡ് ഫോർ ദ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഓഫ് ദി റെസിപ്പിയൻസ് ഓഫ് ദി എപ്പിസോഡ്സ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിലും, സിമ്പിളാണെങ്കിലും കട്ടിയാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും വിഷമമുള്ളതാണെങ്കിലും അതിനകത്തെല്ലാം ആ എക്സ്പീരിയൻസ് എല്ലാം ദൈവം തരുന്നതാണ്, ക്രിസ്തു തരുന്നതാണ്, യേശുക്രിസ്തു തരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു താങ്ക്സ് ഗിവിങ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. സോ ദ സെക്കൻഡ് ബേസിക് തിങ് വിച്ച് വി നീഡ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ് വാസ് all the epistles of St. Paul was inclusive of a thanksgiving to God for the experience they had got. നമ്മൾ പഠിക്കാൻ സമയത്ത് താങ്ക്സ് ഗിവിങ്ങിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. 3. ദ ബോഡി ഓഫ് ദി ലെറ്റർ റെപ്രസെൻറ്റ്സ് ദ ടീച്ചിങ്സ് ആൻഡ് ഡോഗ്മാസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തെ പറ്റി പഠിപ്പിക്കാനും വിശ്വാസത്തിൽ ഈ ജനങ്ങളെ, ഈ സഭയിലെ ജനങ്ങളെ ഉറപ്പിക്കാനും വേണ്ടതായിട്ടുള്ള പൗലോസ്ലീഹയിൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരുന്നു ഈ ലെറ്റേഴ്സിൽ, ഈ എപ്പിസോഡ്സ്. അപ്പം ബേസിക് കണ്ടൻറ്റിനകത്ത് വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശ്വാസത്തിൽ ഒരാളിനെ കുറച്ചുകൂടെ വളർത്താനും വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ആസ് വി സെഡ് ബിഫോർ, സിൻസ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഡിഫറെൻറ്റ് ചർച്ചസ് വെർ ഡിഫറെൻറ്റ്, ദ ടീച്ചിങ്സ് ആൻഡ് ദ ഫിലോസഫി ആൻഡ് ദി എക്സാമ്പിൾസ് ഗിവൺ ടു make them understand
വുഡ് ഓൾസോ ഹാവ് ബീൻ ഡിഫറെൻറ്റ്. അപ്പം പ്രോബ്ലംസ് ഓരോ ചർച്ചിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് മനസ്സിലാക്കിക്കാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ, അവരോട് പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അത്രയും എക്സ്പീരിയൻസ് ദൈവം തമ്പുരാൻ പൗലോസിലേക്ക് കൊടുത്തോണ്ടാണ് പൗലോസിലേക്ക് ഇത് എഴുതാൻ പറ്റിയത്. സോ ഓൾ എപ്പിസോഡ്സ് കണ്ടെയ്ൻസ് മോറൽ ഇൻസ്ട്രക്ഷൻസ്. എനിക്ക് നിങ്ങൾക്കും ഒരുപക്ഷെ ഒരു നല്ല ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ കാരണം ശരിയായ രീതിയിലുള്ള മോറൽ ഇൻസ്ട്രക്ഷൻസ് തരാൻ പറ്റിയ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഒരു മോഡൽ പേഴ്സണാലിറ്റിയോ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്കത് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ അത് കേട്ടാലും ശരിയായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പൗലോസ്ലിയുടെ ഈ ലേഖനങ്ങൾ കൂടെ അത് ശരിയായ രീതിയിൽ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് മോറൽ ഇൻസ്ട്രക്ഷൻസ് ടു വാട്ട് എവർ പ്രോബ്ലംസ് വി ആർ റെഗുലർലി ഫേസിങ്. അടുത്തത്, ഓൾ എപ്പിസോഡ്സ് കൺക്ലൂഡ് വിത്ത് വേർഡ്സ് ഓഫ് ബ്ലെസ്സിങ്. എല്ലാ എപ്പിസോഡ്സും അനുഗ്രഹം ആശംസിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ദീസ് ആർ എപ്പിസോഡ്സ് intended to be read before the congregation of worshippers. ക്രിസ്തുവിൻ്റെ മരണശേഷം പുതിയ സഭ ഉണ്ടായ സമയത്ത് അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിരുന്ന് ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരാധിക്കുന്നവരുടെ ഇടയ്ക്ക് അവരുടെ മുന്നിൽ ഇത് വായിക്കാൻ വേണ്ടിയുള്ള ഇൻറ്റൻഷനോടുകൂടി എഴുതപ്പെട്ട എപ്പിസോഡ്സാണ്. സോ ദീസ് ആർ ഇൻറ്റൻഡഡ് ടു ബി റെഡ് ബിഫോർ ദ കോൺഗ്രിഗേഷൻ ഓഫ് വർഷിപ്പേഴ്സ്. ഹെൻസ് ദ വേർഡ്സ് ഓഫ് കൺക്ലൂഷൻ ആർ ചോസൺ അക്കോർഡിംഗ്ലി. അപ്പം ഡിഫറൻറ്റ് സ്ഥലത്തെ ആൾക്കാർക്ക് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്പ് കൺക്ലൂഷൻസ് ആയിരുന്നു ഓരോ എപ്പിസോഡ്സിനകത്തും ഉണ്ടായിരുന്നു. അവർ സ്ഥലമനുസരിച്ച്, ആൾക്കാരനുസരിച്ച്, ഭാഷാ വ്യത്യാസം അനുസരിച്ച് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള കൺക്ലൂഷനാണ് എഴുതപ്പെടുന്നത്. ദീസ് എപ്പിസോഡ്സ് ആർ ഓഫൺ ടേക്കൺ ഡൗൺ ബൈ സ്ക്രൈബ്സ് വെൻ ദി അപ്പോസ്റ്റൽ ഡിക്റ്റേറ്റഡ് ദം. പൗലോസ്ലിഹ ഇത് ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ കൂടെ നടന്ന് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കോ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരത് എഴുതിയെടുത്തിരുന്നു. ഒരാളെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റോമൻ 16:22 ആ ആളിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടെർഷ്യസ് ഹു റോട്ട് ദിസ് എപ്പിസോഡ്. അതിൻ്റെ അവസാനത്തിൽ പൗലോസ്ലിഹ പറയുകയും ചെയ്യുന്നുണ്ട്, ഇൻ ദി എൻഡ് ദി അപ്പോസ്റ്റൽസ് റൈറ്റ്സ് ഹിസ് പേഴ്സണൽ ഗ്രീറ്റിംഗ്സ്, ദി സല്യൂട്ടേഷൻ ഓഫ് പോൾ വിത്ത് മൈൻ ഓൺ ഹാൻഡ്. എൻ്റെ തന്നെ കൈകൊണ്ട് എഴുതപ്പെട്ട സംബോധനയെന്ന് പൗലോസ്ലിഹ വളരെ വ്യക്തമായിട്ട് കൊലോസ്യൻസ് 4:18 2 തെസ്സലോനിക്കൻസ് 3:17 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓർക്കണം, പൗലോസ്ലിഹ പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങൾ കേട്ടവർ എഴുതി വച്ചിരുന്നു. അങ്ങനെയുള്ള പലരുടെയും പേരുകൾ നമ്മുടെ എപ്പിസോഡ്സിനകത്ത് നമുക്ക് കാണാം. എല്ലാ എപ്പിസോഡ്സിൻ്റെയും എൻഡിൽ പൗലോസ്ലിഹ തന്നെ എഴുതിയത്, പൗലോസ്ലിഹയുടേതായിട്ടുള്ള പേഴ്സണൽ ഗ്രീറ്റിംഗ്സ് മുതലായവ നമുക്ക് എല്ലാ എപ്പിസോഡിനകത്തും കാണുകയും ചെയ്യാം. ദീസ് എപ്പിസോഡ്സ് വെർ ടേക്കൺ ബൈ ലോയൽ പീപ്പിൾ ടു ദ ഡെസ്റ്റിനേഷൻസ്. ഇത് എഴുതിയെടുക്കുന്നത് മാത്രമല്ല, വളരെ ലോയലായിട്ട്, വളരെ കെയർഫുള്ളായിട്ട്, വളരെ കോൺസെൻട്രേറ്റഡായിട്ട്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ഈ സ്ക്രൈബ്സ്, ഈ ഹെൽപ്ഫുൾ പേഴ്സൺസ് പൗലോസ്ലിഹയെ സഹായിക്കാൻ വേണ്ടി, പൗലോസ്ലിഹയെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരുന്നിരുന്നു. അതുപോലെ തന്നെ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, വളരെ ലോയലായിട്ടുള്ള, വളരെ കെയർഫുള്ളായിട്ട്, വളരെ സിൻസിയറായിട്ട്, ഡിവോട്ടഡ്ലി ഈ എപ്പിസോഡ്സ് കൊടുക്കാൻ പറ്റിയവരും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പൗലോസ്ലിഹ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഒരാളോട് കാര്യം ചെയ്യാൻ പറയുന്നു, അദ്ദേഹം അത് ചെയ്യുന്നു, അതിനുശേഷം വേറൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി അതും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ എല്ലാം നേരത്തെ പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ ഓഫ് ഹോളി സ്പിരിറ്റിനോടൊപ്പം തന്നെ ബ്ലെസ്സിങ്സ് ഓഫ് ദി ട്രയോൺ ഗോഡും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡെഡിക്കേഷനും ഈ കെയർഫുൾനെസ്സും ഈ കോൺസെൻട്രേഷനും അവർക്ക് ദൈവം തമ്പുരാൻ അന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ്ലി റിട്ടൺ ആയിട്ടുള്ള എപ്പിസോഡ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരേ എപ്പിസോഡ് തന്നെ പല ചർച്ചസിലും വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുന്നുണ്ട് കൊലോഷ്യൻസ് 4:16. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസോഡ് 2 ലൗദിക്കൻസിനെ പറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പല സ്കോളേഴ്സും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എ ലാർജ് നമ്പർ ഓഫ് തിയോളജിക്കൽ സ്കോളേഴ്സ് സേ ദാറ്റ് they have the view that the first epistle of St. Paul is the epistle to the Galatians. ആദ്യത്തെ സെൻറ്റ് പോളിൻ്റെ എപ്പിസിൽ എന്ന് പറയുന്നത് ഗലേഷ്യൻസിന് എഴുതിയ എപ്പിസിൽ എന്നാണ് പല ക്രിസ്ത്യൻ സ്കോളേഴ്സും പറയുന്നത്. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് എപ്പിസിൽ റിട്ടൺ ബൈ ഹിം വാസ് 2 തിമോത്തി. AD 67 2 തിമോത്തി എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 7 and 8 നമുക്കത് കാണാൻ പറ്റും. There are 4 epistles which are mentioned as prison epistles. They are epistles to Ephesians, Colossians, Philippians and Philemon. 4 ജയിലിനകത്ത് കിടക്കണം. അപ്പം ജയിലിനകത്ത് കിടക്കുന്നതിന് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർ മെൻ്റൽ സ്റ്റേറ്റ് വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. It will not be motivating us. It will not be guiding us to do something good.
But as we heard before, the inspiration by Holy Spirit guided St. Paul here also. Even though he was tortured or maybe marooned in the prison, he was still given the divine inspiration by the Holy Spirit, such that he could write 4 epistles while he was in the prison. ഇടയലേഖനങ്ങൾ അല്ലെങ്കിൽ പാസ്റ്ററൽ എപ്പിസൽസ് എന്നുകൊണ്ടൊരു സെക്ഷനുണ്ട്. എന്നാൽ 14 ലേഖനങ്ങളിൽ 4 ഇപ്പം നമ്മൾ പറഞ്ഞു കാരാഗ്രഹ ലേഖനങ്ങളാണ്. ഇനിയും ഇടയലേഖനങ്ങൾ 2 one written to Timothy and the other one written to Titus. These are called pastoral letters because they speak about the shepherds of the church and especially of their qualifications, of their duties, of their inspiration on how to guide the sheep. ഷെപ്പേർഡ്സ് ആയിട്ടുള്ള യേശുക്രിസ്തു എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായിട്ടുള്ള ആട്ടിടയൻ്റെ ശിഷ്യന്മാരായിട്ട് അവരുടെ പിൻഗാമികളായിട്ട് അവരെ പോലെ ക്രിസ്ത്യാനികളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ അവർക്ക് വേണ്ടതായിട്ടുള്ള ആ സ്പിരിച്വൽ ലീഡേഴ്സിന് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ്, അവർക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അവർക്ക് വേണ്ടതായിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നവയാണ് പാസ്റ്ററൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇടയലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഇൻ ഓൾ അവർ സാക്രമെൻറ്റ്സ്, റീഡിങ്സ് ഫ്രം ദി എപ്പിസോഡ്സ് ഓഫ് സെൻറ്റ് പോൾ ആർ മെയ്ഡ് അലോങ് വിത്ത് ദി റീഡിങ്സ് ഫ്രം ദ ഗോസ്പൽസ്. സുവിശേഷങ്ങൾ വായിക്കുന്ന പോലെ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ എല്ലാ ആരാധനകളിലും വിശുദ്ധ കുർബാനകളിലും കൂദാശകളിലും വായിക്കപ്പെടുന്ന വേദഭാഗങ്ങൾ ആണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ. എന്നാൽ പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് ഉയർത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂദാശകളിലും ആരാധനകളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഈ ലേഖനങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ അത്ര പ്രാധാന്യമുണ്ട്. നമ്മുടെ liturgy and sacraments will not be complete without reading out from the epistles of St. Paul. ഇത് ആദിമ സഭ മുതൽ ഫോളോ ചെയ്തിരുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നും ഇന്നും പ്രാധാന്യമുള്ള, അന്നും ഇന്നും റിലവൻ്റ് ആയിട്ടുള്ള, അന്നും ഇന്നും ക്രിസ്ത്യൻസിന് ടു ഇംപ്രൂവ് ദെയർ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫെയ്ത്ത് യൂസ്ഫുൾ ടു ഹെൽപ്പ് ദം, ഈ എപ്പിസോഡ്സ് വളരെ വാല്യുബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് അന്ന് ഉപയോഗിച്ചിരുന്നു, ഇന്ന് ഉപയോഗിക്കുന്നു, നാളെയും ഉപയോഗിക്കാൻ പോകുന്നു. കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ, Pauline Epistles is a chapter which gives every Christian believer the right impetus, right energy, right motivation and right knowledge to stay strong in Christian faith. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെപ്പറ്റി ലോകത്തുള്ള അനേകം ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പറ്റാത്ത പോലെ വാസ്റ്റായിട്ടുള്ള, പഠിക്കാൻ ഒത്തിരി ഡിവിഷൻസ് ആൻഡ് സബ് ഡിവിഷൻസ് ഉള്ളൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ക്രിസ്ത്യൻ ചർച്ചിനെ, ക്രിസ്ത്യൻ ബിലീവേഴ്സിനെ ഹർട്ട് ചെയ്യുന്നതിൽ നിന്നും കൊല്ലുന്നതിൽ നിന്നും ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്, ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വരത്തക്ക രീതിയിൽ പൗലോസ്ലീഹ മാറിയിട്ടുണ്ടെങ്കിൽ we can imagine that is only because of the inspiration of the Holy Spirit. That means we all are namesake Christians. When we all think to look back at ourselves and try to be at least a part of what Saint Paul had did, the church will be a more fruitful garden which Jesus would like to visit often. ഒരു ചെറിയ ആക്ടിവിറ്റി നിങ്ങൾക്കായിട്ട് തരുന്ന കാര്യം ചിന്തിച്ചെന്നു എന്ന് പറയട്ടെ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു പാട്ടുണ്ട്, പൗലോസ്ലീഹ ധന്യൻ ചൊല്ലട്ടെ നീ ദൈവം. ഈ പാട്ട് നമുക്ക് വളരെ പരിചിതമാണ്. ഈ പാട്ടിനാസ്പദമായ ആ ബിബ്ലിക്കൽ വേഴ്സ് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ചെറിയ ക്ലൂ മാത്രം തരാം. ഇത് ഉള്ള ആ പർട്ടിക്കുലർ എപ്പിസിൽ ഈസ് നോട്ട് എ പേഴ്സൺ എപ്പിസിൽ and it's not a pastoral epistle. The lesson ends here. May God bless you all.